ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്നാൽ സ്റ്റേജിലിരിക്കുന്ന നേതാക്കന്മാർ, അതുപോലെ തന്നെ ഈ സദസ്സിൽ വന്നുകൂടിയ ഉമ്മപ്പെങ്ങന്മാർ, മുതഅല്ലിമീങ്ങൾ, അൽഹംദുലില്ലാഹ് ഈ ഒരു ചെറിയ കൊച്ചു കുഗ്രാമത്തിൽ വളരെ ബർക്കത്തായ പരിപാടികളാണ് നടക്കുന്നത്. എനിക്ക് വേറെ കുറേ പരിപാടി ഉണ്ടെങ്കിലും നേരത്തെ ഇത് ഏറ്റെടുത്ത കാരണം അതൊന്നും നോക്കാതെ കണ്ട് ഇങ്ങോട്ട് തിരിച്ച് ഈ പരിപാടിയിൽ സംബന്ധിച്ചതാണ്. അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 12 വർഷങ്ങൾ പിന്നിട്ടു. അതേപോലെ തന്നെ മഹാനായ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സുൽത്താനായ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ 10ാമത്തെ ആണ്ടാണ് നാം കഴിച്ചു പോകുന്നത്. അവിടുത്തെ ആ ബർക്കത്ത് കൊണ്ട് പാവങ്ങളായ ഞങ്ങളുടെ എല്ലാ ചെറുത് വലുതുമായ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫ് നൽകുമാറാകട്ടെ. ഞങ്ങൾക്കുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു മാഫ് നൽകുമാറാകട്ടെ. ഞങ്ങൾക്കുള്ള മക്കൾക്ക് മാഫ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ് നമുക്ക് വഅദ് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തു DK ഉമർ സഖാഫി അവറുകൾ സ്റ്റേജിലുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടതുപോലെ നസീഹത്ത് പറഞ്ഞു തരും. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് ദുനിയാവിൻ്റെ നാനാഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നത് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിൻ്റെ മേലിലുള്ള അക്രമങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനൊക്കെ നാം അല്ലാഹുവിനെ മറന്നും കൊണ്ട് ദുനിയാവിൻ്റെ പിന്നിൽ ശുഗലായി കഴിഞ്ഞു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് മടങ്ങുക തന്നെ വേണം. ഈ ഒരു റജബ് മാസം പരിശുദ്ധവും പരിപാവനവുമായ മാസമാണ്. പുന്നാര നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബാനലോകത്തിൽ ആ റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ് ലനാ ശഹ്റ റമളാൻ. ഈ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും അല്ലാഹു ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റമളാൻ മാസത്തിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഉമ്മപ്പെങ്ങന്മാരെ, മനസ്സിലാക്കണം, എന്താണ് ബർക്കത്തുകൾ? നമുക്ക് കൂടുതൽ ഒരുപാട് സമ്പത്തുകൾ കൈമുതലാക്കുക എന്നതാണോ ബർക്കത്ത്? അല്ല, ഒരുപാട് പണം നമ്മുടെ കയ്യിൽ വരുന്നതാണോ ബർക്കത്ത്? പുന്നാര നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ബർക്കത്ത് അതൊന്നുമല്ല. നമുക്കതാ ഇങ്ങനെയുള്ള ദിക്റിന്റെ മജ്ലിസുകൾ
ഖാജാ തങ്ങളുടെ പേരിലുള്ള മജ്ലിസുകൾ അതിൽ ഇരിക്കാനും അതിന് വേണ്ടി സമയം ചെലവഴിക്കാനും ഉള്ളതായ അവസരം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ബർക്കത്ത്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ബർക്കത്ത്. ആ ബർക്കത്താണ് നാം കരസ്ഥമാക്കേണ്ടത്. അങ്ങനെ റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ നാം അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് മടങ്ങണം. ഖുർആൻ ഓതുകയും ധാരാളം സ്വലാത്തുകൾ ദിക്റുകൾ ചൊല്ലുന്ന പക്ഷം ആ റജബ് മാസത്തിൽ ദുആ നമുക്കത് ഫലിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അത്തരത്തിലുള്ള വിജയികളുടെ കൂട്ടത്തിൽ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ ഉപദേശം നൽകാനുള്ള എല്ലാ വ്യക്തികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ കർത്തവ്യമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിൻ്റെ തിരുവാക്യത്തോടുകൂടി ഈ ഒരു സഭാ കാര്യക്രമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.